സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ. തലസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല. കാട്ടാക്കട സ്വദേശിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കാട്ടാക്കടയിലെ ബേക്കറി ജ്യൂസിൽ ബാക്ടീരിയ കണ്ടെത്തിയെന്ന സംശയത്താൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബേക്കറി അടപ്പിച്ചു. KB ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, നിലവിലിപ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബേക്കറിയിൽ ജ്യൂസിൽ ഈ ഷിഗല്ല ബാക്ടീരിയ കണ്ടെത്തി എന്നുള്ള ചില സംശയങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രോഹിണി, തലസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രധാനമായും കാട്ടാക്കട സ്വദേശിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാട്ടാക്കടയിലെ ഒരു ബേക്കറിയിലെ ജ്യൂസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇയാളാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാട്ടാക്കടയിലെ ഒരു ബേക്കറിയിലെ ജ്യൂസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇയാൾ ജ്യൂസ് കഴിച്ചിരുന്നു. ഈ ജ്യൂസിൽ നിന്നാണ് രോഗബാധയേറ്റതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥിരീകരണത്തിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഒരു ബേക്കറിയിൽ, കാട്ടാക്കടയിലെ ഈ ബേക്കറിയിൽ പരിശോധന നടത്തി. പരിശോധനയിൽ നിരവധി സാമ്പിളുകൾ ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സാമ്പിളുകളും ഒപ്പം തന്നെ ആഹാര പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ അടക്കം തന്നെ കാട്ടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എന്തായാലും പരിശോധനയ്ക്ക് ശേഷം ഈ ഒരു ബേക്കറി ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ കാട്ടാക്കട സ്വദേശിയായ ഈ രോഗബാധ ഏറ്റിരിക്കുന്ന ആൾ നിലവിൽ കൊല്ലം പാരിപ്പള്ളിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ കർശന പരിശോധനകളെല്ലാം തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുമ്പോഴാണ് വീണ്ടും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാട്ടാക്കട സ്വദേശിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ രോഗബാധ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ബേക്കറിയിൽ ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ബേക്കറിയിലെ നിരവധി സാമ്പിളുകൾ, വെള്ളത്തിൻ്റെ അടക്കം സാമ്പിളുകൾ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്നുള്ള ജ്യൂസിൽ നിന്ന് ഈ പാരിപ്പള്ളി സ്വദേശി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കാട്ടാക്കട സ്വദേശിക്ക് രോഗബാധയേറ്റ സ്ഥിരീകരണമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തിയ ശേഷം ബേക്കറി ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നത്. ശരി ശ്യാം, തലസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല. കാട്ടാക്കട സ്വദേശിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കാട്ടാക്കടയിലെ ഒരു ബേക്കറിയിലെ ജ്യൂസിൽ ബാക്ടീരിയ കണ്ടെത്തിയെന്ന സംശയത്താൽ നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബേക്കറി അടപ്പിച്ചിരിക്കുകയാണ്. KB ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.